എല്ലാവർക്കും ഷെഫ് ഡി എന്ന ചാനലിലേക്ക് സ്വാഗതം. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ പുതിയൊരു ഐറ്റമായിട്ട് വന്നിരിക്കുക. എന്താ നോക്കിയാലോ? ഹായ് ഹലോ നമസ്കാരം. അപ്പൊ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ചിക്കൻ തോരൻ ഉണ്ടാക്കാൻ. അപ്പൊ എങ്ങനെ തുടങ്ങിയാലോ? വാ. അതെ, ചിക്കൻ തോരൻ. ചിക്കൻ കൊണ്ടൊരു തോരൻ എന്താ അല്ലേ? നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ട ആവശ്യമുള്ള കുറച്ച് ചിക്കൻ ഒരു 3-4 പീസ് എടുത്ത് വെച്ചിട്ടുള്ളൂ. അതിന് ചേരുവകയായിട്ട് നമ്മുടെ പച്ചമുളക്, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങാപ്പീര, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഇല്ലാത്ത ഒരു പരിപാടിയില്ലല്ലോ. അപ്പം ചിക്കൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ആ വെളുത്തുള്ളി നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാക്കി അവിടെ ഇരുന്നാണ്. ഞാൻ ഓർത്തുനിന്ന് അവിടെ തന്നെ ഇരുന്നോട്ടോ. അപ്പോൾ തേങ്ങാപ്പീര മസ്റ്റാണ്, തേങ്ങാപ്പീര മറന്നു പോരുത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബൗളിലേക്ക് ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള ചേരുവകൾ ചേർത്ത് ഇതിനെ മാറിനേറ്റ് ചെയ്ത് നമ്മളങ്ങോട്ട് മാറ്റി വെക്കും. ഒരു 1/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ഒരു പ്രോസസ്സുണ്ട്. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി, അതായത് 4 പീസ് ചിക്കനേ ഉള്ളൂ, അതിനനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചോദിക്കും. മഞ്ഞൾപ്പൊടി ചോദിച്ചു കഴിഞ്ഞാൽ കറി വല്ലാതെ അഴുക്കായിപ്പോവും. സോ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതിനുശേഷം കുരുമുളക് പൊടി ഇച്ചിരി മേളിൽ നിന്നാലും കുഴപ്പമില്ല. കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കിന് അതിൻ്റെ ആ ഒരു പച്ച രുചിയൊക്കെ അങ്ങ് മാറിക്കോളും. അപ്പോൾ കുരുമുളക് പൊടി, അതിനുശേഷം നമ്മുടെ ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ പുരട്ടി വെക്കണം. നമ്മുടെ ഈ ചിക്കനിൽ ഈ പറയുന്ന 3 ഐറ്റം നല്ലപോലെ പിടിക്കണം. അപ്പോൾ അതിനായി നല്ലപോലെ പുരട്ടി ഒരു 1/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത പ്രോസസ്സ് തുടങ്ങാം. അതായത് ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ലേശം വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് എന്തിനാണെന്നറിയാവോ? നമ്മുടെ ഈ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ആ 3-4 പീസുള്ള ചിക്കൻ എന്താ പറയുക, ഒന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് ചിക്കൻ എടുത്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. അപ്പം പ്രത്യേകിച്ച് മസാലയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്. അപ്പം നല്ലപോലെ വെന്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ അടുപ്പത്തുനിന്ന് എടുത്ത് മാറ്റാവുള്ളൂ കേട്ടോ. അപ്പോൾ ചിക്കൻ വെന്തതിന് ശേഷം നമ്മളിതെടുത്ത് മാറ്റി വെച്ചിട്ട് വീണ്ടും ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ സാധാരണ നമ്മൾ തോരന ചെയ്യുന്ന പോലുള്ള പ്രോസസ്സൊക്കെ തന്നെയാണ്. അപ്പം ആദ്യമേ നമ്മൾ കടുക് പൊട്ടിച്ചിട്ടിട്ടല്ല, പൊട്ടിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളി, പച്ചമുളക്, അമ്മാതിരി ഐറ്റംസ് എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പച്ചമുളകിൻ്റെ പച്ചമണവും ആ ഒരു ഇത് ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു സ്മെല്ലൊന്ന് മാറി കിട്ടുന്ന വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കാരണം ചിക്കൻ ഇട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന പച്ചമുളകിൻ്റെ ടേസ്റ്റ് മുന്നേ നിൽക്കും. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും ഐറ്റം നല്ലപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്ന പ്രോസസ്സ് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇപ്പം കുക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ പിന്നെ അത് കൂടുതൽ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പം ഈ സാധനങ്ങൾ എത്ര ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ലേശം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സ്മെല്ലിന് വേണ്ടി കറിവേപ്പില മസ്റ്റാണ്. അപ്പം നമ്മുടെ വളപ്പിൽ നിൽക്കുന്ന കറിവേപ്പില, അപ്പോൾ ശുദ്ധമായ കറിവേപ്പിലയാണ്. അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ പൊടികളുടെ ഒരു കൂട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ലേശം മഞ്ഞൾപ്പൊടി, അതിനുശേഷം ലേശം മുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ചിക്കൻ പൊടിച്ച് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ കൈകൊണ്ടാണ് പൊടിച്ചു ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഒരു സ്പൂൺ വെച്ചോ, നിങ്ങൾ കുറച്ചുകൂടെ ഹൈജീനിക്കാണെങ്കിൽ അതിനനുസരിച്ച് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ചിക്കൻ ഉടച്ചെടുക്കണമെന്നേ ഉള്ളൂ. ദേശം മാത്രമായിട്ട് കിട്ടണം. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച തേങ്ങാപ്പീര ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പീരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സാണ്. ഈ പറഞ്ഞ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ശരിക്കും തേങ്ങാപ്പീരയിലും കൂടെ കയറി പിടിക്കണം. അതുവരെ നല്ലപോലെ ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്ത് ഇത് ആ കൂട്ടൊന്ന് നല്ലപോലെ മിക്സായി വരണം. അതിന് ശേഷമാണ് നമ്മൾ ചെറിയൊരു ഐറ്റം ചേർക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, ലേശം മല്ലിപ്പൊടി ചേർക്കണം. മല്ലിപ്പൊടി ശരിക്കും പറഞ്ഞാൽ അതിന് മുമ്പ് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി ഇല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് വരും. മല്ലിപ്പൊടിയും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സാധനം നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ചേർക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ചിക്കൻ വേവിക്കാൻ എടുത്ത് വെച്ച വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം ഈ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ആ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് എടുത്ത് കുക്ക് ചെയ്യാൻ വെച്ചാൽ മതി. കാരണം ഓൾറെഡി ബാക്കിയെല്ലാം നമ്മൾ ചിക്കനൊക്കെ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് 10 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്യാനെടുക്കും. അതിന് ശേഷം ഉണ്ടല്ലോ, ഈ സാധനത്തിന് മൂടി തുറന്നു കഴിയുമ്പോൾ പ്രത്യേക മണമാണ്, ഒരു രക്ഷയില്ലാത്തൊരു മണമാണ്.
അത് കൂട്ടാനും ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞൊരു രക്ഷയില്ല. ഞാനിപ്പോൾ ഇവിടെ പുട്ടായിരുന്നു ഉണ്ടായിരുന്നു, ആ പുട്ടിൻ്റെ കൂടെ എടുത്ത് ഞാൻ നല്ലപോലെ തട്ടിയിട്ടുണ്ട്. അപ്പം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ രേഖപ്പെടുത്തണം കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇതുപോലുള്ള സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ ഒരു ആർജവം ഉണ്ടാകത്തുള്ളൂ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.